പശ്ചിമേഷ്യയിലെ സംഘർഷം വ്യാപിക്കുന്നു. യുദ്ധം 4-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. പുതുതായിട്ട് കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇറാന് നേരെ ആണവായുധം പ്രയോഗിക്കുമെന്നാണ്. സംഭവിക്കുമോ? നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതിന് സാധ്യതയില്ല എന്ന് തോന്നും. കാരണം ഇറാൻ ഷിയ രാജ്യമാണ്, പാകിസ്ഥാൻ സുന്നി രാജ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇറാനും പാകിസ്ഥാനും തമ്മിൽ ചില പ്രശ്നങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയ നമ്മൾ രാവിലെ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ അത് ഒരു പുലർകാല തള്ളാണ് എന്ന് പറയാൻ നമ്മുടെ സുഡാപ്പി കുഞ്ഞുങ്ങൾ നമ്മുടെ താഴെ കമൻറ്റുമായിട്ട് വരും. പക്ഷെ ഞാൻ പറയുന്നത് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയുന്ന ഇറാനാണ്. ഇറാൻ്റെ ഔദ്യോഗിക ടി വി, സ്റ്റേറ്റ് ടി വിയിൽ ഒരു വാർത്തയല്ല, ഒരു അഭിമുഖം സംപ്രേഷണം ചെയ്തു. ഇന്നലെ അഭിമുഖം എന്ന് പറയുന്നത് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് IRGC അതിൻ്റെ ജനറലും ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മെമ്പറുമായ മൊഹ്സിൻ റിയാസിയുടെ ഇൻ്റർവ്യൂ. അപ്പോൾ യുദ്ധത്തെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്നു. ഇറാൻ തകർത്തുകളെയും അങ്ങനെയാണ് തേങ്ങയാണെന്നൊക്കെ പറയുന്നു. ഞങ്ങളെ ആണവായുധ ശേഷി കൈവരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ള ദുരാരോപണമാണ്. ഞങ്ങളതൊന്നും ചെയ്യുന്നില്ല. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ വ്യാജ പ്രചാരണമാണ്. ആ പേര് പറഞ്ഞ് ഞങ്ങളെ ആക്രമിക്കുകയാണ്. പണ്ട് സദ്ദാം ഹുസൈനെതിരെ ചെയ്തതുപോലെയുള്ള വ്യാജ പ്രചാരണം നടത്തി ഇറാൻ്റെ പരമാധികാരത്തെ ഹനിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതൊക്കെ പറഞ്ഞിട്ട് ഈ ജനറൽ മുന്നോട്ട് പോകുമ്പോൾ ലേഖകൻ ചോദിക്കുന്നത്, അല്ല, ഇസ്രയേൽ ഇപ്പോഴും അവരുടെ പൂർണ്ണ ലക്ഷ്യം കണ്ടെത്തിയിട്ടില്ല. മുഴുവൻ ആണവ കേന്ദ്രങ്ങളും തകർക്കാൻ പറ്റിയിട്ടില്ല. ഫർദോ പോലെയുള്ള ആണവ കേന്ദ്രങ്ങളിൽ സാരമായ പരിക്ക് ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വരെ പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി വീണ്ടും ഇസ്രയേൽ ആക്രമിക്കുക. ഇസ്രയേലിൻ്റെ കയ്യിൽ ഏതാണ്ട് 176 ആണവ ബോംബുകളുണ്ട്. അത് കൊണ്ടുവന്ന് ഇറാനിലിടാനുള്ള സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം ജനറൽ മൊഹ്സിൻ റിയാസിയോട് ലേഖകൻ ചോദിക്കുന്നു. ഉടൻ ജനറലിൻ്റെ മറുപടി, പാകിസ്ഥാൻ്റെ നിലപാട് സംബന്ധിച്ച് ഒരു കാര്യം ഔദ്യോഗികമായി പറയുന്നത് ഇറാനിലെ ഒരു ജനറലാണ്. മൊഹ്സിൻ റിയാസി എന്ന് പറയുന്ന ജനറൽ ഇറാൻ്റെ ഔദ്യോഗിക സർക്കാർ ടെലിവിഷനിലൂടെയാണ് പറയുന്നത്. അപ്പോൾ അത് വെറുതെ വീൺവാക്ക് പറയുന്നതാണെന്ന് കരുതാൻ പറ്റില്ല. ഇറാൻ്റെ ഔദ്യോഗിക ടി വിയിലൂടെ ഇറാൻ ജനറൽ പറയുക, അതായത് ഞങ്ങളെ എങ്ങാനും ഇസ്രയേൽ ആണവായുധം പ്രയോഗിച്ച് നശിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഇറാൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇസ്രയേൽ ഒരു ന്യൂക്ക് പ്രയോഗിച്ചാൽ, ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിച്ചാൽ, ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, പാകിസ്ഥാൻ ഇസ്രയേലിനെതിരെ ആണവായുധം പ്രയോഗിക്കും. അപ്പോൾ ഇത് വല്ലാത്ത ഷോക്കിംഗ് ആയൊരു കാര്യമാണ്. കാരണം ഷിയ സുന്നി ഇഷ്യൂസൊക്കെ മാറ്റിവെച്ചിട്ട് ഇറാൻ പറയുന്നു സുന്നി രാജ്യമായ പാകിസ്ഥാൻ ഇസ്രയേലിനെതിരെ ആണവായുധം പ്രയോഗിക്കും. ഇതുവരെ ഇസ്രയേലും പാകിസ്ഥാനും തമ്മിൽ ഒരു ക്ലാഷില്ല. ഒരു ക്ലാഷ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നത് കഹൂട്ട ആണവ കേന്ദ്രം പാകിസ്ഥാൻ നിർമ്മിക്കുന്ന സമയത്ത് ഇസ്രയേലി ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിലേക്ക് അയക്കാം, ഞങ്ങൾ പോയി കഹൂട്ട നശിപ്പിക്കാം, ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഫ്യൂവൽ അടിച്ചു തന്നാൽ മതി എന്ന് ഇസ്രയേൽ ഔദ്യോഗികമായി ഇന്ത്യയോട് ആവശ്യപ്പെട്ടതാണ്. ഇന്ത്യ അത് സമ്മതിക്കാത്തത് കൊണ്ടാണ് കഹൂട്ട ആണവ കേന്ദ്രം പാകിസ്ഥാൻ ഉണ്ടാക്കുകയും പിന്നീട് പാകിസ്ഥാൻ ആണവ ബോംബ് ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറിയതുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ആണവായുധമുള്ള ഒരു രാജ്യമായി മാറുന്നതിൽ പണ്ട് ഇസ്രയേലിന് ആശങ്കയുണ്ടായിരുന്നു. പിന്നീട് ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ ആണവായുധത്തെക്കുറിച്ച് ഇസ്രയേൽ എന്തോ വേവലാതിപ്പെട്ടിട്ടില്ല. വേവലാതിപ്പെടാനുള്ള കാരണങ്ങൾ പലതാണ്. കാരണങ്ങൾക്ക് ഒരു കാരണം, അടുത്ത കാലത്ത് JD വാൻസ്, ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡൻ്റായ JD വാൻസ് ഇലക്ഷൻ മുമ്പ് പറഞ്ഞിരുന്നു. അതായത് ബ്രിട്ടൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആണവായുധം സ്വന്തമായിട്ടുള്ള ആദ്യത്തെ ഇസ്ലാമിക രാജ്യമായി ബ്രിട്ടൻ മാറും എന്ന് പറഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ ആണവായുധം ഇല്ലേ? ബ്രിട്ടൻ ആണവായുധമുള്ള ആദ്യത്തെ ഇസ്ലാമിക രാജ്യമായി ഒരു 10-15 വർഷത്തിനകം മാറുമെന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് കസേരയിൽ ഇന്നിരിക്കുന്ന JD വാൻസ് പറഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ്റെ ആണവായുധമോ? അത് പാകിസ്ഥാൻ്റേതല്ല എന്നൊരു തിയറി പ്രബലമായിട്ടുണ്ട്. പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വായിൽ നിന്ന് അതറിയാതെ വരികയും ചെയ്തു. കാരണം പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ആണവായുധങ്ങൾ ആരുടെയാണ്? അമേരിക്കയുടെയാണ്. അമേരിക്ക അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി. ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനൊന്നുമല്ല. സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതൽ, അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്ന കാലം മുതൽ ഇവിടെ അതിന് സോവിയറ്റ് യൂണിയൻ്റെ സ്വാധീനമുള്ള അഫ്ഗാനും ചൈനയ്ക്കും അടുത്ത് തങ്ങളുടെ ഒരു ന്യൂക്ലിയർ വെപ്പൺ, ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി, ഒരു സ്റ്റോക്ക് പൈൽ വേണമെന്ന് അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അമേരിക്കയാണ്
പാകിസ്ഥാനാണ് ആണവായുധം കൊടുത്തിരിക്കുന്നത്. അത് ആർക്കെതിരെ പ്രയോഗിക്കണമെന്ന് പാകിസ്ഥാന് തീരുമാനമെടുക്കാൻ അധികാരമില്ല. അത് തീരുമാനിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ നൂർഖാൻ എയർബേസ് ഇന്ത്യ ആക്രമിച്ച് തകർത്തല്ലോ. ആക്രമിച്ച് തകർത്തപ്പോഴാണ്, ആ തകർത്തതിന് ശേഷമാണ് JD വാൻസ് മോദിയെ വിളിക്കുന്നതും ഈ യുദ്ധത്തിൽ ഇടപെടാനുള്ള, യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കുപോക്കുകൾ ഉണ്ടാവണമെന്ന് പറയുകയും, അങ്ങനെ ആകുമ്പോൾ ഇന്ത്യ പറയുന്നു അത് പാകിസ്ഥാൻ പറയട്ടെ എന്ന് പറയുന്നു. അങ്ങനെ പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് 1 മണിക്ക് ഇന്ത്യയെ വിളിക്കുന്നു. നമ്മൾ ഫോൺ എടുത്തില്ല. വീണ്ടും 3 മണിക്ക് വിളിക്കുമ്പോൾ നമ്മൾ വെടിനിർത്തലിന് സന്നദ്ധമാകുന്നു. പാകിസ്ഥാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല, അമേരിക്ക പറഞ്ഞിട്ടല്ല. അമേരിക്ക പറയുമ്പോഴത്തേക്ക് നിങ്ങളല്ല അത് പറയേണ്ടത്, വെടിനിർത്തൽ വേണമെങ്കിൽ ആവശ്യപ്പെടേണ്ടത് പാകിസ്ഥാൻ ആവശ്യപ്പെടണം എന്ന ഡിമാൻഡാണ് നമ്മൾ വെച്ചത്. രണ്ടുപേരും തമ്മിൽ വഴി കിടന്ന് അടി ഉണ്ടാകുമ്പോൾ മൂന്നാമതായിട്ട് നിൽക്കുന്ന നിർത്തല എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇനി അമേരിക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അമേരിക്ക പറഞ്ഞ കേട്ട ഉടനെ നമ്മൾ വെടിനിർത്തലിനൊന്നും പോയില്ല. മറിച്ച് എന്താണ്, പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടണമെന്നുള്ള ഡിമാൻഡാണ് നമ്മൾ മുന്നിൽ വെച്ചത്. അപ്പോൾ നൂർഖാൻ എയർബേസിൻ്റെ നേരെ നമ്മൾ നടത്തിയ ആക്രമണത്തിൽ പരിക്കു പറ്റിയത് അമേരിക്കയ്ക്കാണ്. കാരണം നൂർഖാൻ എയർബേസിൽ പതിറ്റാണ്ടുകളായി പാകിസ്ഥാന് പോലും പ്രവേശനം ഉണ്ടായിരുന്നത്. അമേരിക്കൻ സേന, അമേരിക്കൻ ജെറ്റുകൾ, അമേരിക്കൻ ആയുധ സംഭരണികളൊക്കെയാണ് നൂർഖാനിലുണ്ടായിരുന്നത്. അതാണ് തകർക്കപ്പെട്ടത്. അപ്പം കാലാകാലങ്ങളായിട്ട് പാകിസ്ഥാനെ ഈ അമേരിക്ക സംരക്ഷിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതായിരിക്കും. അവർ ഭീകരവാദ പ്രവർത്തനം, തീവ്രവാദ പ്രവർത്തനം, പക്ഷേ എപ്പോഴും അമേരിക്ക അവർക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ഒക്കെ കൊടുക്കുന്നു. നോക്കൂ, ഇത് കഴിഞ്ഞപ്പോൾ നൂർഖാൻ എയർബേസ് തകർന്നതിന് ശേഷം വലിയ തോതിൽ IMFന്റെ സഹായം കിട്ടി, വേൾഡ് ബാങ്കിൻ്റെ സഹായം കിട്ടി. അത്ര പെട്ടെന്ന്. എന്നിട്ട് തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം നടത്തുന്ന ഐക്യരാഷ്ട്ര ഉപസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പാകിസ്ഥാന്റെ പേര് അമേരിക്ക നിർദ്ദേശിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ വല്ലാതെ തലോടി, അയ്യോ കുഞ്ഞെ കരയണ്ട, മോനെ ചക്കരെ പോട്ടട എന്ന് പറഞ്ഞ് പുറത്തൊക്കെ തട്ടി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന നിലപാട് അമേരിക്ക എടുത്തത്? സിമ്പിൾ. കാരണം പാകിസ്ഥാന് വളരെ മനോഹരമായി നിന്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നാറ്റോയ്ക്ക് പുറത്തുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യരാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ. അത് കഴിഞ്ഞ ട്രംപിൻ്റെ ആദ്യത്തെ കാലത്താണ് അതിന് ഇടിവ് പറ്റിയത്. പക്ഷേ അതിനുശേഷം വന്നിട്ടുള്ള എല്ലാ സർക്കാരുകളും പരമ്പരാഗതമായി പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും വേണം. കാരണം ചൈനയ്ക്കെതിരെ മുട്ടാൻ ശേഷിയുള്ള ഒരു രാജ്യമായി ഇന്ത്യ നിൽക്കണം എന്നൊരു താല്പര്യമുണ്ട്. പാകിസ്ഥാനെ അവർ ഒരു സ്വന്തം ഒരു ബേസ് പോലെ ഉപയോഗിക്കുമ്പോൾ ചൈനയെ അടിക്കാനുള്ള ഒരു ആയുധമായി, ഒരു ടൂളായി ഇന്ത്യയെ അമേരിക്ക കാണുകയും ചെയ്യുന്നു. അതാണ് പിന്തുണ നൽകുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായി, ചൈനീസ് വിഷയങ്ങളിൽ ഇന്ത്യക്ക് അനുകൂലം. ഇങ്ങനെ ഒരു ഡബിൾ ഗെയിം, 2 വള്ളത്തിൽ ചവിട്ടുന്ന നിലപാട് എക്കാലത്തും അമേരിക്കയ്ക്കുണ്ട്. അത് മാത്രമല്ല, ഈ അമേരിക്കയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമാണ് ഇസ്രയേൽ. അമേരിക്കയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമായ ഇസ്രയേലിനെതിരെ ഒരാക്രമണം നടത്താൻ അമേരിക്കയുടെ സഖ്യകക്ഷിയായ പാകിസ്ഥാൻ തയ്യാറാവുമോ? അതും അമേരിക്കയുടെ അനുഗ്രഹത്താൽ കൈവശമുള്ള ആറ്റം ബോംബ് ഉപയോഗിച്ച് ഇസ്രയേലിനെ ആക്രമിക്കാൻ കഴിയുമോ? ഇതും ലോജിക്കലി അസാധ്യമാണ്. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇറാൻ്റെ ജനറൽ, കാരണം അമേരിക്ക സമ്മതിക്കാതെ പാകിസ്ഥാൻ ഒരിക്കലും ആണവായുധം പുറത്തെടുക്കാനോ പ്രയോഗിക്കാനോ കഴിയില്ല. ഇനി അമേരിക്ക അറിയാതെ പുറത്തെടുത്ത് പ്രയോഗിക്കുന്നത് ഇന്ത്യക്കെതിരെയല്ല, ആർക്കെതിരെയാ? ഇസ്രയേലിനെതിരെ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കാൻ അമേരിക്ക സമ്മതിക്കുമോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇറാൻ്റെ ജനറൽ ഇങ്ങനെ പറയുന്നത്? ഒരു വലിയ ചോദ്യമാണ്. അതായത് വെറൊരു ജനറലല്ല, IRGCയുടെ തലവനാണ്. അയാൾ പറയുന്നു, ഞങ്ങൾ ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഇസ്രയേലിനെ ആണവ ബോംബിട്ട് നശിപ്പിക്കും. ഇതൊരു വലിയ കുഴക്കുന്ന പ്രശ്നമാണ്. കുഴക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് ഇയാളുടെ ഈ പ്രസ്താവന മനഃപൂർവ്വം ഈ സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങളെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ വന്ന് ഇസ്രയേലിനെ ആണവ ബോംബിടും എന്ന് ഇറാൻ്റെ ജനറൽ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇസ്രയേലിന് എന്ത് തോന്നും? ഇസ്രയേലിന് പാകിസ്ഥാനോട് ഒരു കലിപ്പ് തോന്നും, അല്ലേ? അതെ. ഇറാൻ്റെ ജനറൽ അങ്ങനെയൊക്കെ പറയും, പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ഇസ്രയേലിന് ഇത് തള്ളാൻ കഴിയുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. തള്ളാൻ കഴിയില്ല എന്നതിന് വേറൊരു തെളിവുണ്ട്. കാരണം കഴിഞ്ഞ മെയ്യിൽ ഖമനയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. അതായത് ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം ഇസ്ലാമിനെതിരാണ്, ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. മുമ്പൊരിക്കലും അവർ പറഞ്ഞു ഇവരുടെ ശ്രമം ഇസ്ലാമിനെ ഭൂമിയിൽ നിന്ന് തുറച്ചു നീക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയും UK ഒക്കെ ആക്രമിക്കുന്നു. കഴിഞ്ഞ യുദ്ധകാലത്ത് ഇറാൻ്റെ ജനറൽമാർ പറഞ്ഞിരുന്നു. അതിന് തത്തുല്യമായി ഖമനേയി മെയ് മാസത്തിൽ പറഞ്ഞു, അങ്ങനെ ഇസ്ലാമിന് ഭീഷണിയായിരിക്കുന്ന ഇസ്രയേലിനെ ചെറുക്കാൻ ഇറാനും
പാകിസ്ഥാനും കൂടിയുള്ള സംയുക്ത സമയങ്ങൾ വേണം. പാകിസ്ഥാൻ്റെ സപ്പോർട്ട് ഇറാന് വേണമെന്ന് മെയ് മാസത്തിൽ, ഒറ്റ മാസം കഴിഞ്ഞതേ ഉള്ളൂ, 1 മാസം മുമ്പ് ഖമനേയി പറഞ്ഞിരുന്നു. ഖമനേയി അങ്ങനെ പറയുകയും സപ്പോർട്ട് വേണമെന്ന് പരസ്യമായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഖമനേയി ഇറക്കി. സ്റ്റേറ്റ്മെൻറ്റ് പരസ്യമായി ഇറക്കിയ ഖമനേയി രഹസ്യമായി അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം പരസ്യമായി പറയുമ്പോൾ എല്ലാവരും അറിയും. എല്ലാവരും അറിയുന്നൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ പറയത്തില്ല. പക്ഷെ ചെയ്ത് വെച്ച് ചില ധാരണകളിൽ എത്തിയതിന് ശേഷമായിരിക്കാം ഇങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പം ഖമനയുടെ സ്റ്റേറ്റ്മെൻറ്റ് മെയ് മാസത്തിൽ, ഇന്നലെ IRGCയുടെ ജനറലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇസ്രയേലിനെ പാകിസ്ഥാൻ ആക്രമിക്കും എന്ന് പറയുന്നത് അതീവ ഗൗരവമായി ഒരു ജിയോ പൊളിറ്റിക്സിലുണ്ടാകുന്നൊരു മാറ്റമായി വന്നിരിക്കുന്നു. നീ പാകിസ്ഥാൻ നിഷേധിക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാൻ നിഷേധിച്ച് ഞങ്ങളുടെ പേര് അനാവശ്യമായി ഇതിനകത്ത് വലിച്ചഴക്കരുത്, ഞങ്ങൾക്ക് ഇതിൽ താല്പര്യമൊന്നുമില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റുമായി പാകിസ്ഥാൻ വരുമോ എന്നറിയില്ല. വന്നാൽ നമുക്കത് വിശ്വസിക്കാം. വന്നില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറാൻ്റെ സർക്കാർ TV-യിൽ ഇറാൻ്റെ ജനറൽ പറഞ്ഞത് പാകിസ്ഥാൻ നിഷേധിക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത്തരം ഒരു നീക്കം നടക്കുന്നുണ്ട്. ഷിയ സുന്നി കലഹങ്ങൾ മാറ്റിവെച്ച് ജൂതന്മാർക്കെതിരെ, രണ്ടു കൂട്ടരുടെയും നിലപാടാണ് ഭൂമിയിൽ നിന്ന് അവസാനത്തെ ജൂതനെയും അത് കഴിഞ്ഞാൽ ക്രൈസ്തവനെയും തുടച്ച് നീക്കണമെന്നുള്ളത്. ആ അജണ്ടയിൽ ഒരു പൊതു മിനിമം പരിപാടി എന്ന് പറയുന്ന പോലെ പൊതു മിനിമം പരിപാടിയിൽ പാകിസ്ഥാനും ഇറാനും ഒന്നിക്കുമോ, ഇസ്രയേലിനെ ആക്രമിക്കുമോ? അപ്പോൾ അമേരിക്ക എന്ത് ചെയ്യും? അമേരിക്ക ആരുടെ പക്ഷത്ത് നിൽക്കും എന്ന ചോദ്യം ഒരു $1 മില്യൺ ക്വസ്റ്റ്യനാണ്. ഏതായാലും ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറാൻ ഇറക്കിയത് വലിയ സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.